തനിക്കും തന്റെ ജീൻസിനും ഇടയിൽ ഒന്നുമില്ല എന്നൊരു പെൺകുട്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? പോട്ടെ, പറഞ്ഞത് വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അതിലെന്തോ ഒരു പ്രശ്നമുണ്ടല്ലേ. എന്നാൽ ഇത് തന്നെയാണ് കാൽവിൻ ക്ലെയിന്റെ പരസ്യത്തിൽ ബ്രൂക്ക് ഷീൽസ് എന്ന് പറയുന്ന നടി പറഞ്ഞത്. സംഭവം നടക്കുന്നത് കുറച്ച് പണ്ടാണ്, 1980 കാലഘട്ടങ്ങളിൽ. അന്ന് 15 വയസ്സ് മാത്രം പ്രായമുള്ള ബ്രൂക്ക് ഷീൽസ് കാൽവിൻ ക്ലെയിന് വേണ്ടി ഉണ്ടാക്കിയ പരസ്യത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്കും എന്റെ ജീൻസിനും ഇടയിൽ ഒന്നുമില്ല. ഇത് കേട്ട ഉടനെ ചിലരെങ്കിലും പറഞ്ഞു ഇതിലൊരു ഡബിൾ മീനിങ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതും ഒരു 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ഇത് പറഞ്ഞത് ഒട്ടും ശരിയായില്ല. കാൽവിൻ ക്ലെയിന്റെ തന്നെ ഇതേ ആഡ് ക്യാമ്പയിന്റെ ഭാഗമായ മറ്റൊരു പരസ്യത്തിൽ ബ്രൂക്ക് ഷീൽസ് വേറൊരു കാര്യം പറയുന്നുണ്ട്. ജീനുകൾ ഒരു വ്യക്തിക്ക് അവരുടെ പാരന്റ്സിന്റെ കയ്യിൽ നിന്നും കിട്ടുന്നതാണ്. ഇതാണ് ആ വ്യക്തിയുടെ ക്യാരക്ടറിനെ നിർണ്ണയിക്കുന്നത്. ഇത് കാലാകാലങ്ങളോളം, ജനറേഷൻസുകളോളം നിലനിന്ന് പോകുന്നു. അതുപോലെ തന്നെയാണ് കാൽവിൻ ക്ലെയിൻ ജീൻസും ഒരുപാട് നാൾ നിലനിൽക്കും. ഈ ഒരു പരസ്യമാണ് ഇപ്പോൾ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് നിൽക്കുന്ന സിഡ്നി സ്വീനിയുടെ അമേരിക്കൻ ഈഗിൾ എന്ന് പറയുന്ന പരസ്യത്തിന് ഇൻസ്പിറേഷൻ ആയത്. ഇതിനെക്കുറിച്ച് നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് പോയി നോക്കാം. ഈ രണ്ട് പരസ്യങ്ങൾ നോക്കുകയാണെങ്കിലും, ബ്രൂക്ക് ഷീൽസ് ആണെങ്കിലും സിഡ്നി സ്വീനി ആണെങ്കിലും, ജീനുകൾ അല്ലെങ്കിൽ ജീൻസ് എന്ന രണ്ട് വാക്കുകൾ മിക്സ് ചെയ്ത് മറ്റൊരർത്ഥം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ രണ്ട് പരസ്യങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ബ്രൂക്ക് ഷീൽസ് എവിടെയും പറഞ്ഞിട്ടില്ല ഏതാണ് നല്ല ജീനുകൾ എന്നുള്ളത്. എന്നാൽ സിഡ്നി സ്വീനിയുടെ പരസ്യം കേട്ട മിക്ക ആളുകൾക്കും തോന്നിയ ഒരു കാര്യം, സിഡ്നി സ്വീനി പറയുന്നത് അവരുടെ ജീൻസ് ആണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ്.